ഈ ആചാര്യ മഹത് കർമ്മ പുരസ്കാരമാണല്ലോ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ആ അതിന് ഈ മഹത് കർമ്മം എന്താണാവോ ചെയ്തേക്കുന്നത്? ഞാൻ മഹാത്മാവായതുകൊണ്ടല്ല മഹത് പുരസ്കാരം തന്നത്. അതിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്. അതായത് ഓരോ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന വ്യക്തികളെ ആ മേഖലയുടെ അഗ്രഗണ്യൻ എന്ന് പറഞ്ഞ് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ഇപ്പം ഡാൻസിന് ഡാൻസ്, ഞാൻ ഡാൻസറാണ്. ആക്ടിങ്ങിന് ബെസ്റ്റ് ആക്ടർ, ഞാൻ ആക്ടറാണ്. കൊറിയോഗ്രാഫിക്ക് കൊറിയോഗ്രാഫിയാണ്. അപ്പം ഓവറോൾ എല്ലാം കൂടെ സമഗ്രമായി മനസ്സിലാക്കിയിട്ട് അവർ തന്നു. ഇത് വായിച്ചു നോക്കിയാണ്. ഞാൻ ഇത് അഞ്ചു വരെ അപ്പൊ നിങ്ങൾ സ്വയം പ്രഖ്യാപിത മഹാനാണ് അല്ലേ? എന്ന് പറയാറായിട്ടില്ല. വായിച്ചു നോക്കാം. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പായി ഞാൻ കരുതുന്നു. കാരണം ഇത് എല്ലാ കഴിവുകളെയും കൂടെ വിലയിരുത്തിക്കൊണ്ട് ആണ് മഹത് കർമ്മ പുരസ്കാരമായി തന്നിരിക്കുന്നത്. ഞാൻ ചെയ്ത ആൽബം വെസ്റ്റേൺ ഡാൻസ് ആൽബം ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ അവാർഡുകൾ കിട്ടി. ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞുള്ള അവാർഡുകൾ കിട്ടി. ബൂമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായി ഞാനിപ്പോൾ തുടരുന്നത് 7 മാസ്റ്റേഴ്സ് കാഡറ്റ് ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുന്ന ലേറ്റ് അനീഷ്നാഥ് വിശ്വനാഥൻ BA എൻ്റെ ബ്രദറിൻ്റെ മെമ്മോറിയലായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഷോപ്പിംഗ് കോംപ്ലക്സിൽ തുടങ്ങുന്ന ഒരു ക്ലബിൻ്റെ പ്രൊമോഷന് വേണ്ടി എടുത്ത യൂട്യൂബ് ആൽബമാണ്. എനിക്ക് സിംഗപ്പൂരിൽ നിന്നും ഗോവയിൽ നിന്നും ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് 27, പിന്നെ അത് അങ്ങനെ അവാർഡുകളുടെ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിത് 1980-90 കാലഘട്ടത്തിലാണല്ലോ തുടങ്ങിയത് ഈ ബ്രേക്ക് ഡാൻസ്. അന്നേരം എങ്ങനെ ഈ ബ്രേക്ക് ഡാൻസിനെ മാർഷൽ ആർട്സുമായിട്ട് സംയോജിപ്പിച്ചു? ഞാൻ സിംഗപ്പൂരിൽ ജനിക്കുകയും 18 വയസ്സിൽ സിംഗപ്പൂരിൽ തിരിച്ചെത്തണമെന്നുള്ള ആ രാജ്യത്തിൻ്റെ നിയമം പാലിക്കുവാൻ ഞാൻ അർഹനായിരുന്നപ്പോൾ എൻ്റെ സിംഗപ്പൂർ പാസ്പോർട്ട് ഞാൻ 17 വയസ്സിൽ തിരിച്ചയച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ ബ്രദറുമായിട്ട് അന്ന് ആ സ്നേഹബന്ധത്തിൻ്റെ യൂത്ത് എക്സ്പ്ലോസീവ് അതിൽ നിന്നും ഉണ്ടായ ഒരു സംഘടനയാണ് ബൂമേഴ്സ്. സമകാലീനമായി അന്ന് കേരളത്തിൽ പല ഭാഗത്തും ഞങ്ങൾക്കറിഞ്ഞുകൂടാതെ തന്നെ മൈക്കിൾ ജാക്സന്റെ തരംഗം ബ്രേക്ക് ഡാൻസിൽ പ്രചരിച്ചു വരികയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ബൂമേഴ്സ് 1980-90 കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ഇതിനെ ഒന്നും കൂടെ പുനർജനിപ്പിച്ചില്ലേ? അത് എന്നാണ് ചെയ്തത്? അത് ഞാൻ 2012 എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നാട്ടിൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എടുത്ത് നിലകൊള്ളുന്ന കാലഘട്ടത്തിൽ പണ്ട് 1999 പുറകിലോട്ട് 1999 ജൂലൈ 16 ഞാൻ ലണ്ടൻ ഹീത്രൂവിൽ ഇറങ്ങുന്നതെങ്കിൽ അവിടെ മുതൽ 14 വർഷം പുറകിലോട്ട് ഞാൻ 99 വരെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ടൈറ്റിലിനോടൊപ്പം അജിത് നാഥ് ആൻഡ് അനീഷ് നാഥ് ആൻഡ് അജിത് നാഥ്. എൻ്റെ പേര് വന്നാൽ അവൻ്റെ പേരും കാണും, അവൻ്റെ പേര് വന്നാൽ എൻ്റെ പേരും കാണും. കലാപ്രതിഭ പോലും ഞങ്ങൾ കലാലയത്തിൽ പ്രീ ഡിഗ്രിക്കും ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുകയായിരുന്നു. 2 പേർക്കും കലാതിലകം ഒരേപോലെ സംഘാടകർക്ക് തരേണ്ടി വന്നു. അങ്ങനെ ഉള്ള ഒരു ബ്രദർഷിപ്പ്, ഒരു ബ്രദർ ബന്ധം, ആ ബന്ധത്തിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹം വഴി അവൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ അനുജന്മാരും എൻ്റെ സുഹൃത്തുക്കളെല്ലാം അവൻ്റെ ചേട്ടന്മാരുമായി ഒന്നിക്കുന്ന ആ ഒരു യൂത്ത് മൂവ്മെൻറ്റിൽ നിന്നുണ്ടായ ബൂമേഴ്സ് ഇല്ലാതായി ഒരു സമയത്ത് ഞാൻ വന്ന് തിരിച്ചിറങ്ങുകയാണ്. അച്ഛൻ്റെ മരണത്തോട് കൂടി 2010 എനിക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ അനുജൻ്റെ ഷെയർ കൂടെ എനിക്ക് എഴുതി വെച്ച എൻ്റെ പാരൻസിനോട് വിൽ എക്സിക്യൂഷൻ്റെ ഭാഗമായി 7 മാസ്റ്റേഴ്സ് കാഡറ്റ് ഹെൽത്ത് ക്ലബ് മെമ്മോറിയൽ ഓഫ് ലേറ്റ് അഡ്വക്കേറ്റ് അനീഷ് വിശ്വനാഥ് BA LLB MBA എന്ന് പറഞ്ഞിട്ട് ഒരു വെസ്റ്റേൺ ഡാൻസ് ആൽബം ഫുള്ളൂസസിനെ റൂഡിയും കൊണ്ട് ഞാൻ അവരന്ന് പ്രഗത്ഭരാണ്. അപ്പം ഞാനിവിടെ കുറേ ആളത് പ്രാക്ടീസ് ഇല്ലാതിരിക്കണം. അവരപ്പോഴും കണ്ടിന്യൂ ചെയ്തത് അവരെ കൊണ്ട് ഞാനത് കൊറിയോഗ്രാഫി ചെയ്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് പെർഫോം ചെയ്ത് ആൽബത്തിൻ്റെ പേരാണ് ഡാൻസിങ് വിത്ത് ദ മാസ്റ്റർ അജിത് വിശ്വനാഥ്, ദ സൂപ്പർ മീസ് ബ്രേക്ക് ഡാൻസ് എക്സ്ട്രാവഗൻസ. അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പുരസ്കാരങ്ങളുടെ പുറകിൽ ഇന്നത്തെ KR ഉണ്ണി മൂൺവാക്ക് സിനിമയുടെ അസോസിയേറ്റ് ആ ഒരു ആൽബം യൂട്യൂബിൽ ട്രെൻഡിയായി. അപ്പോൾ അത് കണ്ട KR ഉണ്ണി സാർ എന്നോട് പറഞ്ഞു, നീ ഇത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതിന് വേണ്ടി ഒരു 6 മിനിറ്റ് പ്രോഗ്രാം എടുത്ത് യൂട്യൂബിൽ നീ പോസ്റ്റ് ചെയ്താൽ
ആർക്കാണ് സമയം 6 മിനിറ്റുള്ള ഒരു പ്രോഗ്രാം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ? എല്ലാവരും നോൺ കോസ്റ്റിൽ അവരുടെ വീഡിയോയിൽ എടുക്കുന്ന ചെറിയ ചെറിയ വീഡിയോസ്, റീൽസ് മില്യൺസ് ഓഫ് റീച്ച് എത്തുന്നു. ഇപ്പം നീ 6 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര നാളെടുക്കുന്ന എനിക്ക് ഇതിൻ്റെ ഒരു റീച്ച് കിട്ടാൻ. ഇത് പക്ഷേ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇത് ക്രൈറ്റീരിയ ഇത് ഫുൾഫില്ല് ചെയ്ത ഫോർമാറ്റിലാണ് അറിഞ്ഞോ അറിയാതെയോ നീ എടുത്തിരിക്കുന്നത്. ഞാൻ 1-2 സജഷൻസ് നിന്നോട് പറയാം. നീ സിംഗപ്പൂരിലേക്ക് അയക്കാൻ പറഞ്ഞു, അയച്ചു, കിട്ടി. ഗോവയിലേക്ക് അയക്കാൻ പറഞ്ഞു, അയച്ചു, ഫസ്റ്റ് പ്രൈസ് കിട്ടി, ബെസ്റ്റ് പെർഫോമർ. പലതിനും ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് 10,000 rupees അത് വരുന്നുണ്ട്. മനസ്സിലായി? നോമിനേഷന് ക്യാഷ് അടക്കി കോമ്പീറ്റ് ചെയ്ത് പ്രിവ്യൂ കണ്ട് അവർ നമ്മളെ വിളിച്ച് പുരസ്കാരം തരുന്ന സമയത്ത് സ്ക്രീനിൽ പ്രദർശിക്കും. പ്രൈസ് മണി ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫെസ്റ്റിവലുകളിൽ കിട്ടും. പ്രൈവറ്റ് പാർട്ടീസ് ആ രീതിയിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിരവധി എൻട്രി വാങ്ങിച്ചിട്ട് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ളവർക്ക് കൊടുത്തതിന് ശേഷം 1-2 പേർക്ക്, അതിൽ ഒരെണ്ണമാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വരാൻ പോകുന്നവരെണ്ണം. അപ്പോൾ ഈ ബൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ഡാൻസിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാനാണ് അജിത്തിന് ആഗ്രഹം? കഥകളിയിൽ നമ്മൾ എന്തൊക്കെ എപ്പിക് സ്റ്റോറി അരമണ്ഡലത്തിൽ നിന്നുകൊണ്ട് കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയ കലാകാരന്മാർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ ബ്രേക്ക് ഡാൻസിനും ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സാധ്യതകളുള്ള ഒരു കലാരൂപമായി ഞങ്ങൾ കേരളത്തിലെ കുറേ കലാകാരന്മാർ മാറ്റിക്കഴിഞ്ഞു. അതിനകത്ത് മൈം വരും, മൈമാണ് മനസ്സിലായി? ഇതിനകത്ത് മൈം വരും, ഇതിനകത്ത് എന്തിനെ അക്രോബാറ്റിക്സിനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. അങ്ങനെ എന്ത് തരം വെസ്റ്റേൺ ഈസ്റ്റേൺ മൂവ്സിനെ എല്ലാം നമുക്ക് ഇതിനകത്ത് സമന്വയിപ്പിച്ചുകൊണ്ട് പെർഫെക്റ്റ്ലി 100% എൻ്റർടൈൻമെൻറ്റ് ഷോ ആക്കി ഇത് കാലാകാലങ്ങളിൽ ഞങ്ങളുള്ളിടത്തോളം കാലം ഈ ഷോ കണ്ടിന്യൂ ചെയ്യും. കേരളത്തിൽ ഉറപ്പാണ്. കേരളത്തിലെ കലാകാരന്മാർക്ക് മറ്റ് പ്രദേശങ്ങളിലെ കലാകാരന്മാരെക്കാൾ വളരെ വ്യത്യസ്തരായിട്ടുള്ള കലാകാരന്മാരാണ് കേരളത്തിലുള്ളത്. അത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, ഡെഡിക്കേറ്റഡ് മൈൻഡ് വഴി ഒരുത്തൻ ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻ ഞാൻ കണ്ടാൽ മതി, അത് ഞാൻ ചെയ്തതാണെന്ന് തോന്നി അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും കൈ കൊടുക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സാന്നിധ്യം. ഈ മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയതോടെ ഈ ബ്രേക്ക് ഡാൻസിന്റെ ട്രെൻഡ് വീണ്ടും ഒന്നും കൂടെ കേരളത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അജിത്തിന് അതിനെ പറ്റിയുള്ള അഭിപ്രായം? തീർച്ചയായും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യം എടുത്തു എഡിറ്റ് ചെയ്യണേ കേട്ടോ, എഡിറ്റ് ചെയ്യണം ആ ചോദ്യം ഒന്ന്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു മൂൺ വാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, അത് നിങ്ങളുടെ ആ പഴയ കാലഘട്ടത്തിലെ സിനിമയല്ലേ? ആ സിനിമ ഇപ്പൊ കേരളത്തിൽ ഭയങ്കര ട്രെൻഡായിട്ട് ബ്രേക്ക് ഡാൻസിന് ഭയങ്കര വീണ്ടും ഒരു പുനർജന്മം ജനിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അജിത്തിന് പറയാനുള്ളത്? സന്തോഷമാണെന്ന് പറഞ്ഞാൽ ഒരു അർഹതപ്പെട്ട സ്ഥാനം കിട്ടാതെ കിടന്നുറങ്ങുന്ന ഒരാളിനെ വിളിച്ചിട്ട് ഇതാ നിനക്ക് ആ സ്ഥാനം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് തുല്യമാണ് ആ സിനിമ. എന്ന് പറഞ്ഞാൽ എനിക്ക് അർഹതപ്പെട്ടതാണ്, ഞാൻ വളരെയധികം പരിശ്രമിച്ചു, പക്ഷേ എനിക്ക് കിട്ടേണ്ട പുരസ്കാരങ്ങളൊന്നും കിട്ടാതെ എന്നെ അവഗണിക്കപ്പെട്ടു. അങ്ങനെ അടിച്ചമർത്തലിലൂടെ അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് മൂന്ന് വാക്ക്. അതിന് അഹോരാത്രം പണിപ്പെട്ട ഒരു പറ്റം കലാകാരന്മാരാണ് പുറകിലുണ്ട്. ബ്രേക്ക് ഡാൻസ് മൈക്കിൾ ജാക്സൻ്റെ ഈണത്തിലൂടെ ചുവട് വയ്ക്കുന്ന, ലോകം മൊത്തം ചുവട് വയ്ക്കുന്ന സമയത്ത് കേരളത്തിലുണ്ടായ ആ ഒരു തരംഗത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ 100% ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. അത് ഈ മൂന്ന് വാക്കിലൂടെയാണ് ആ അഭിമാനം മുന്നോട്ട് പോകുന്നത്. കാരണം ഒരിക്കലും നെവർ എൻഡിങ് ആയിട്ട് ഈ കലാരൂപത്തിന് മുന്നോട്ട് ബ്രഷപ്പ് ചെയ്ത് വീണ്ടും ബൂമേഴ്സ് സംതിങ് വിച്ച് പെർജിങ് ടു എന്ന അർത്ഥം വരുന്ന രീതിയിൽ അതിനെ പുനരുദ്ധാരണം നടത്തി അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വിനോദമൊക്കെയും അതിൻ്റെ സംഘാടകരും പരിശ്രമിച്ചതിൽ എനിക്ക് അവരോട് അങ്ങേറ്റത്തിന് നന്ദിയുണ്ട്. കാരണം ഈ ട്രിവാൻഡ്രത്തെ അജിത്തും അജയ് അങ്ങനെ നിങ്ങളുടെ ബ്രദേഴ്സ് അല്ലാതെ
ഇതുപോലെ ബ്രേക്ക് ഡാൻസിന്റെ ഭയങ്കര തലതൊട്ടപ്പന്മാരൊക്കെ കുറെ പേരില്ലേ, അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ? മെനങ്ങാന്നോ നാലാന്നോ മാനവീയത്തിൽ മൂൺ വാക്കിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി സിനിമ OTTയിൽ പ്രദർശിപ്പിക്കുന്നതനുസരിച്ച് 1980 കാലഘട്ടങ്ങളിൽ തുടങ്ങിയപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും കണ്ടിന്യൂ ചെയ്ത കുറച്ച് വ്യക്തികളുണ്ട്. പക്ഷേ അവരും റൂമേഴ്സിലെ അജിത്തും അനീഷും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഉപജീവന മാർഗമായിട്ട് അല്ല കലയെ കണ്ടിരുന്നത്. പാഷൻ എന്ന് പറഞ്ഞാൽ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഡാൻസ് ചെയ്തത്. ഞങ്ങൾക്ക് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേജ് ഷോ ചെയ്ത് കാശ് മേടിച്ച് അത് ക്ലിയർ ചെയ്യുന്ന ഒരു സംവിധാനം ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് അനിയനും ചേട്ടനും മുഖത്തോട് മുഖം നോക്കുന്ന സമയത്തുള്ള സന്തോഷം കണ്ണാടിയുടെ ഫ്രണ്ടിൽ നോക്കി മ്യൂസിക് ഓൺ ചെയ്ത് ഞങ്ങൾ അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ സ്റ്റെപ്പുകൾ കോർത്തിണക്കി പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറായപ്പോൾ അത് പഠിച്ചെടുത്ത് നമുക്ക് ഒപ്പം ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉടലെടുത്തു. ആ ഉടലെടുക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഓരോ സ്റ്റേജ് ഷോസും കണ്ടിന്യൂസ് ആയിട്ട് പ്രദേശങ്ങൾ വിട്ട് പ്രദേശങ്ങൾ സഞ്ചരിച്ച് കാണാൻ ഞങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടായി. അജിത്തിൻ്റെയും അനീഷിൻ്റെയും ഡബിൾസ് ആദ്യത്തെ ദിവസം കളിച്ചതല്ല രണ്ടാമത്തെ സ്റ്റേജിൽ കളിച്ചതല്ല അടുത്ത സ്റ്റേജിൽ കളിച്ചതല്ല കോളേജിൽ കളിക്കുന്നതല്ല ടി വിയിൽ കളിക്കുന്നതല്ല. അങ്ങനെ ഇതിനകത്ത് വെറൈറ്റി. അപ്പം കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് ഗ്രൂപ്പുകളുടെ കുട്ടികൾ ഡാൻസേഴ്സിന് പോലും അവർ ഗ്രീൻ റൂമിൽ നിന്നും ഓടി വന്ന് ഞങ്ങളുടെ പെർഫോമൻസ് പരിപൂർണമായി കാണും. അല്ലാതെ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കില്ല. അവർ ആ കോഡ് നമ്പർ വരുമ്പോൾ കളിക്കുക. എന്തുകൊണ്ടെന്നറിയാമോ? ആ ഡാൻസിനകത്ത് അവർക്ക് അവർ ചെയ്തിട്ടില്ലാത്ത സ്റ്റെപ്പുകൾ കൈയും കാലും വെച്ച് ആക്ഷൻസ് ഒരുപാട് നിരവധി കാണും. അതിൻ്റെ മൈക്കിൾ ജാക്സന് ശേഷം എനിക്കറിയാവുന്ന ഏറ്റവും വലിയ കൊറിയോഗ്രാഫർ എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ അനീഷ് കൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മെമ്മോറിയലായിട്ട് ഇവിടെ അന്ന് കിട്ടാവുന്ന പ്രഗത്ഭരായിട്ട്, അന്ന് കിട്ടാവുന്നതല്ല എന്നും അവർ തന്നെയാണ് പ്രഗത്ഭർ. കാരണം നിത്യതൊഴിൽ അഭ്യാസി എന്ന് പറഞ്ഞതുപോലെയാണ്. അവർക്കുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ അവർ പഠനം നിർത്തി ഡാൻസിലേക്ക് ഇറങ്ങി. പക്ഷെ ഞങ്ങൾക്ക് അതിന് അധികാരമില്ലായിരുന്നു. ഞങ്ങളെ മാതാപിതാക്കൾ പഠിക്കാൻ വിട്ടതിൻ്റെ ഞാൻ ബക്കിംഗ്ഹാം പാലസാണ് അപ്പുറത്തെ പപ്പ എന്ന് പറഞ്ഞപ്പോൾ തിരികെ പോരെ എന്ന് പറഞ്ഞ് വന്നവനാണ് ഞാൻ. അവനെങ്കിൽ MBA കഴിഞ്ഞ് അപ്പുറത്ത് ബോംബെയാണ് പപ്പ എന്ന് പറഞ്ഞപ്പം തിരികെ പോരാൻ പറഞ്ഞവനാണ് അവൻ. അപ്പോൾ ആ രണ്ടുപേരും കോമ്പീറ്റ് ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് ഞങ്ങൾ 1-2 മത്സരങ്ങളിൽ മത്സരിച്ച് ഞങ്ങൾ ജേതാക്കളായി. ഞങ്ങൾക്കത് മതി. പക്ഷെ അവർ നിരന്തരം സ്റ്റേജ് ടു സ്റ്റേജ് കൂടി മത്സരിച്ച് 1ാം സ്ഥാനം വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ് നിന്നവരാണ്. അപ്പോൾ അവർ വേരിയേഷൻ ആണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ പാഷനായിട്ട് ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ആരെ മാസ്റ്റർ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ബ്രദർ എന്ന് വിളിച്ച് തന്നെ പഠിപ്പിക്കുന്നു. തോളോട് തോള് നിൽക്കും. പക്ഷെ അവർ നിർബന്ധമായും കാലത്തൊട്ട് ഒരു മാസ്റ്റർ എന്ന് വിളിപ്പിച്ച് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിസേബിൾ വേൾഡ് വൈഡ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു വിജയം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ മാനവീയത്തിൽ കളിച്ചൊരു ഡാൻസ് ചുമ്മാ ഒരു ഈവനിങ് സ്റ്റെപ്സ് ഇട്ട് പഴയ പുലികൾ ഇറങ്ങി നരകത്തിലിറങ്ങി കളിച്ചത് വിനോദ് ഹിന്ദുവിലും കവർ ചെയ്ത് ടൈംസ് ഓഫ് ഇന്ത്യയിലും കവർ ചെയ്തു. സംതിങ് ലൈക്ക് 7 million വേൾഡ് വൈഡ് വ്യൂവേഴ്സ്. അപ്പോൾ അത് കയറിയങ്ങ് വൈറലായി. അപ്പം അവരെ ബ്രദേഴ്സ് രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾ അക്രോബാറ്റിക്സിന് കാലനാണ്. എനിക്ക് ബാബുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡാൻസറായിട്ടില്ല, അക്രോബാറ്റ്. അവൻ ചെയ്യുന്ന ഡൈവിൻ്റെ പെർഫെക്ഷൻ ചൈനക്കാർ ചെയ്യില്ല. മനസ്സിലായില്ല? ഒരു സർക്കിൾ വരച്ചിട്ട് അത്രത്തോളം ടാലന്റഡ് ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഈ ഫീൽഡിലൊക്കെ അല്ലേ. അപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടല്ലേ? അല്ല, അഞ്ജു കാർത്തിക് മനസ്സിലാക്കേണ്ടത്, ഇഫ് യു ആർ ടാലന്റഡ് you will be happy to be the part of a group of talent people. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ടാലന്റഡ് അഞ്ജു കാർത്തികയും കൂടെ ചെന്ന് കയറുമ്പോൾ അഞ്ജു കാർത്തിക് മാനസിക ഉല്ലാസം കാരണം അതിൻ്റെ ഒരു സ്പാർക്ക് കൂടെ താങ്കൾക്ക് കിട്ടും. അങ്ങനെ കിട്ടി നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസ് ജനങ്ങൾ കൃത്യമായിട്ട് സ്വീകരിക്കുന്നുള്ളത്. അപ്പം നമ്മൾ ഒരിക്കലും ഡിമിനിഷിങ് പീപ്പിൾ ആകരുത്. നമ്മൾ സ്പാർക്കിംഗ് ഡയമണ്ട് ആകണം. മനസ്സിലായില്ല? അപ്പം അതിനുള്ള അവസരം നമ്മുടെ നാട്ടിൽ കുറവാണ്. വിദേശ
വിദേശത്ത് എങ്ങനെയാണ് പബ് കൾച്ചറും ബാൻഡും ഉണ്ടാകുന്നത്, അങ്ങനെ ബാൻഡ് ഉണ്ടായി ടോപ്പിൽ നിൽക്കുന്നവൻ്റെ ഡാൻസും പാട്ടും കേട്ടിട്ട് ആ മ്യൂസിക് അവിടെ റെക്കോർഡ് ചെയ്ത മ്യൂസിക് ട്രാക്ക് ഇവിടെ ഞങ്ങളെടുത്തിട്ട് വിവിധ ഗ്രാമോദ്ധാരണ സംഘങ്ങളുടെ മക്കളായിട്ട് വളർന്ന് ആ ചെറിയ ചെറിയ കുലത്തൊഴിലുകളിൽ കണ്ടിന്യൂ ചെയ്യാതെ മാറി വെസ്റ്റേൺ കൾച്ചറിലേക്ക് നൃത്തച്ചുവടുകൾ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് ഫാമിലിയിൽ നിന്നുണ്ടാകുന്ന വൈഷമ്യങ്ങളാണ് ഈ 3 വാക്കിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വെസ്റ്റേൺ കൾച്ചറിൽ എങ്ങനെയാണ് അവർക്കിത് ആകാമെങ്കിൽ നമുക്കിത് ആയിക്കൂടാ എന്ന് പറഞ്ഞെടുത്താണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു വേവ് ചെയ്യുന്നവനെ രാധാകൃഷ്ണത്തിൽ കൊണ്ടുപോകാൻ പറയുമായിരുന്നു. മനസ്സിലായില്ലേ? അത് കൊണ്ടുപോയിട്ടുള്ളവരുണ്ട്. അതെ, കൊണ്ടുപോയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവന് എന്തോ ക്രാക്കാണ്, അല്ലെങ്കിൽ അവൻ മാതാപിതാക്കളെ ഓവർകം ചെയ്ത് എന്തോ ചെയ്യുന്നു എന്നാണ് തോന്നല്. ഇത് ഫീസ് കൊടുത്ത് പഠിക്കാനില്ലാത്ത വന്ന് കണ്ട് ഏകലുവീനെ പോലെ അവൻ ചെയ്യുമ്പോൾ കുറച്ച് തെറ്റിപ്പോവും. പക്ഷെ അവൻ ചെയ്യുമ്പോൾ അവൻ്റെ ഗ്രേസും ടാലൻറ്റും ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്നതിന് ക്ലാപ്സ് കിട്ടും. അപ്പം നമ്മളുടെ ഒരു പ്രോഗ്രാം, ബൂമേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് പോവുകയാണ് വണ്ടി കയറി. അപ്പം ഇത് വന്ന് കണ്ട് പഠിച്ച്, ഞങ്ങളെ മില്ലിൻ്റെ മേളിലായിരുന്നു ക്ലാസ്, കണ്ട് പഠിച്ചവൻ ഈ സംഘാടകരെടുത്ത് ഓടി ചെന്നിട്ട് മൈക്കിൾ ജാക്സന്റെ ക്ലാസ്സിൽ ഞാൻ അപ്പം ഞങ്ങൾ ലൈറ്റൊക്കെ ഇളക്കി, ഡിം 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 ലൈറ്റ് ഫ്ലിക്കറിങ് ഒക്കെ ഇളക്കി ഞങ്ങൾ പോവുകയാണ്. അപ്പം ഈ ലൈറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവൻ ചെന്ന് സോപ്പിടും. അപ്പം അടുത്ത നാടകത്തിൻ്റെ കട്ടം കെട്ടുന്ന സമയത്ത് 2 ഡാൻസ് വേണം, ഒരു 5-10 മിനിറ്റ്. ഒറ്റ ലൈറ്റിൽ ഇവൻ കയറി 2-3 ഡൈവും കഴുത്തിടിച്ചൊക്കെ വീണ് ആദ്യം. പക്ഷേ നമുക്ക് കിട്ടിയതിനേക്കാളും കൈയടി ചിലപ്പോൾ അവന് കിട്ടിന്നിരിക്കും. അപ്പൊ ഇത് തിരിഞ്ഞു നോക്കി ശ്രദ്ധിച്ച ഞങ്ങള് ഇവനെ കൂടെ കൂട്ടുകയായിരുന്നു. മനസ്സിലായില്ലേ? ഗ്രൂപ്പാക്കി അങ്ങനെ കൂടെ ഞങ്ങളെ കൂട്ടത്തിൽ കൂട്ടുകയായിരുന്നു. ഈ അത്രയ്ക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ പ്രോഗ്രാമിന്റെ പുറകെ വന്ന് ഞങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ്, നീ അത് ട്രെയിൻഡ് അല്ലാത്തത് കൊണ്ട് നിനക്ക് പറ്റുന്ന പാളിച്ചകൾ കണ്ട് ഞങ്ങൾക്കത് മനം നൊന്ത് അവനെ കൂടെ കൂട്ടുകയായിരുന്നു. പക്ഷേ ഈ ഫിലിമിൽ സ്റ്റോറിയുടെ സെക്ക് ഓഫ് ദി സ്റ്റോറിയുടെ വിജയത്തിന് വേണ്ടി താഴെക്കിടയിലുള്ള ഒരുത്തൻ മേളിലെത്തുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അനീഷാണ് ഇതിന്റെ ടോപ്പ് മോസ്റ്റ്. അപ്പൊ അനീഷിന് എല്ലാവരുടെയും ക്യാരക്ടറും കുറേച്ചേ കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് ഒരു 8 ക്യാരക്ടറാണ് ഉണ്ടെങ്കിൽ 8000 ഇൻസിഡന്റിൽ നിന്നും 800 ആക്കി, 800നെ 80 ആക്കി, 80നെ 8ലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരാൾ തന്നെ 3-4 ക്യാരക്ടേഴ്സായിട്ട് ചെയ്യേണ്ടി വന്നു. മനസ്സിലായി? ഇപ്പം MBBS പോകുന്നതായിട്ടാണ് അല്ല നായകൻ നടന്ന അനുവിനെ വെച്ചേക്കുന്നത്. പക്ഷെ അനുവിന്റെ സിമിലാരിറ്റി മറ്റൊരു വ്യക്തിയുടെ. അപ്പൊ എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസവും കലയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 100% ഇന്നും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വലിയ സവിശേഷതയും മേന്മയും എന്നെയും എൻ്റെ അനീഷിനെയും സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ ഗ്രൂപ്പിൽ പഠിക്കാൻ വന്നിട്ടുള്ള ഡാൻസേഴ്സിന് ആരും പരീക്ഷയ്ക്ക് തോറ്റിട്ടില്ല. ആരെയും പരീക്ഷയ്ക്ക് പഠിക്കാൻ ഞങ്ങൾ അനുവദിക്കാതിരുന്നിട്ടില്ല. അവര് ഞങ്ങൾ ഡാൻസേഴ്സിന്റെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ കൂടി വിദ്യാഭ്യാസത്തിന്റെ മോഡൽസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ജൂനിയർ ചാമ്പ്യന്മാരെല്ലാം അവർ പരീക്ഷകൾക്കും പാസ്സാവും, ഡാൻസിനും ഒക്കെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ നഗരാതിർത്തി മൊത്തം കനാൽക്കുന്ന് മുതൽ കിഴക്കേക്കോട്ട വരെ ഈ റോഡ് ഭരിച്ചു പോയിട്ടുണ്ട്. അത് ടോം എന്ന് പറഞ്ഞിട്ട് ശംഖുമുഖത്തുള്ളൊരു ഡാൻസറുണ്ട്. അത് സ്റ്റാർ ഡിസ്കോ ട്രൂപ്പ്. അതിന് മുമ്പ് ഗോണിവൻ്റെ പാട്ടുകളൊക്കെ ചെയ്ത് ആരും വരുന്നതിന് മുമ്പേ ഡിസ്കോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു കലാകാരനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ സ്റ്റാർ ഡിസ്കോ ട്രൂപ്പിൽ ഒക്കെ ഇങ്ങനെ ഫേമായിട്ട് വന്നിട്ട് ബ്രേക്ക് ഡാൻസിലോട്ടുള്ള തരംഗം വരേണ്ട സമയത്ത് ഒരു അക്രോബാറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സുഹൃത്തിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ആ സുഹൃത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, സർക്കിൾ അടിച്ചു. അപ്പം അത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഡിസ്കോ ഡാൻസർ അത് ചെയ്യാനൊരു അത് ചെയ്യാൻ ഞങ്ങൾക്കൊരു ഒരു ഒരു പ്രയാസം പോലെ. അപ്പം അന്ന് ഞങ്ങളെ കളിയാക്കി വിളിക്കുന്നത് ബൾബ് ചേഞ്ചിങ് അല്ലെങ്കിൽ കണ്ണിക്കുത്ത് ഡിസ്കോ എന്നൊക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കണ്ണിക്കുത്ത് ഡിസ്കോ അല്ല ബൾബ് ചേഞ്ചിങ് അല്ല. അപ്പോഴാണ് അങ്ങനെ നിന്ന് ലോസ് ഏഞ്ചൽസിലെ മൈക്കിൾ ജാക്സൺ ബ്രദേഴ്സ് അവരുടെ ട്രൂപ്പിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു പയ്യനിൽ നിന്ന് ഒരു മൂൺവാക്ക് എന്ന് പറഞ്ഞൊരു സാധനം, അത് അദ്ദേഹത്തിനെ പഠിപ്പിച്ച മറ്റ് ബ്രേക്ക് ഡാൻസേഴ്സ്, അത് അവിടെ
മൗത്ത് ഫുഡിന് വേണ്ടി അവർ സ്ട്രീറ്റിൽ കളിച്ച് കാശ് പിരിച്ച് പാവപ്പെടും അങ്ങനത്തെ അല്ലലുള്ള രാജ്യത്ത് തുടങ്ങിയ ഒരു ചെറിയ കലാരൂപം അത് ഫ്ലോറിഷായി അതിനെ കയ്യിലെടുത്ത് ലോകം മൊത്തം പ്രചരിപ്പിച്ചു മൈക്കിൾ ജാക്സൺ. അതിന് മൈക്കിൾ ജാക്സന്റെ ഈരടികൾ നല്ല അപ്രഡ് ബീറ്റും നല്ല ഹാർട്ടുമായിട്ട് അത് കോഗുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ബ്ലഡിനെ പ്രസരിപ്പിക്കുന്ന തരത്തിൽ ജനൽ ജാക്സന്റെ പാട്ടും ലിറിക്സിൽ അദ്ദേഹം അത് ലോകോത്തരമാക്കി. ഓരോ പാട്ടും സിനിമ ഹോളിവുഡിലെ സിനിമകളെ വെല്ലുന്ന രീതിയിൽ ഇയാളെ ആൽബം കവർ അബുദാബിയിലെ നിന്നും പ്രൊഡ്യൂസറുടെ ത്രില്ലറും ഓരോന്നും പോയതിൻ്റെയൊക്കെ ആ ഒരു പ്രസരിപ്പുള്ള കാലഘട്ടം നമുക്ക് ഞാൻ UK-യിലായിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് ഈ ജാക്സന്റെ ചില പ്രസരിപ്പുകൾ എനിക്ക് നേരിട്ട് പൾസ് ചെയ്യാൻ പറ്റും. ജാക്സൺ മരിച്ചപ്പോഴും ഞാൻ UK-യിലായിരുന്നു. അപ്പോൾ അക്കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. എന്തായാലും എൻ്റെ അടുത്ത് ഇത്രയും ചോദിച്ചു. ജാക്സൺ 60കളിൽ ജാക്സന്റെ ലോകോത്തര ഫാൻസിനെ വീണ്ടും ഒന്നുകൂടെ ഉണർത്തുന്നതിന് വേണ്ടി എന്ത് കാരണമാണെന്ന് പിന്നെ പറയാം. ജാക്സൺ വീണ്ടും 150 സ്റ്റേജുകളുമായി പര്യടനം തുടങ്ങാൻ പോവുകയാണ്. ജാക്സൺ അതിനുവേണ്ടി ലോകോത്തര അക്രോബാറ്റിക്സിനെ ഡാൻസേഴ്സിനെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് പ്രാക്ടീസ് തുടങ്ങി. ആ പ്രാക്ടീസ് തുടങ്ങി ടിക്കറ്റുകൾ എല്ലാ സ്റ്റേജുകളിലും വിറ്റഴിഞ്ഞു തുടങ്ങി. ലണ്ടനിൽ ഓഡിയൻ തിയേറ്ററിൽ ജാക്സൺ വരുന്നുവെന്ന് അനൗൺസ് ചെയ്തു. ഭയങ്കര ഹൈ വാല്യൂ ഉള്ള ടിക്കറ്റുകൾ വിറ്റ് പോവുകയാണ്. അപ്പോൾ ഇനി 6 മാസം ഉണ്ടെന്ന് വെച്ചോ. ഈ ടിക്കറ്റ് ഇപ്പോഴേ വിറ്റ് തുടങ്ങണം. ഇതിനെ ബ്ലാക്കിൽ വിറ്റ് മറിച്ച് അത് ഷോ കാണാനുള്ള സ്പെക്ടാക്കിളുടെ കയ്യിലെത്തുമ്പോൾ വളരെ ഇരട്ടി പൈസ കൊടുത്തിട്ടാണ് അവനിരുന്ന് ഷോ കാണുന്നതെന്ന് മനസ്സിലാക്കി അന്ന് ലണ്ടനിൽ യൂണിവേഴ്സിറ്റി ബ്രിട്ടീഷ് പെട്രോളിയത്തിൽ ഞാൻ നൈറ്റ് ജോബ് ചെയ്യുന്ന ഞാൻ ടില്ലിൽ നിന്നും ലോങ് ലീവ് എഴുതി കൊടുത്ത് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഏജൻസി വഴി ജാക്സൺ വരുന്ന തിയേറ്ററിനകത്ത് പബ്ബിൽ സെർവ് ചെയ്യാൻ വേണ്ടി ശമ്പളം ചെയ്യാൻ വേണ്ടി കയറി ഇനി പുള്ളിയെ കാണാം. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് പോകും. അപ്പോൾ ഇനി എത്രയോ മാസം കഴിഞ്ഞാൽ പുള്ളി വരൂ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ അസസ് ചെയ്ത് നോക്കിയപ്പോൾ 6 പബ്ബുണ്ട്. അതിൽ ഈ സ്ഥലത്തെ പബ്ബിൽ നിന്നിട്ട് ഞാൻ സെർവ് ചെയ്യണമെങ്കിൽ എനിക്ക് ജാക്സനെയും കാണാം, ജോലിയും ചെയ്യാം. ഒന്ന് മനസ്സിലാക്കി ആ സ്പോട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്യുന്നൊരു വെള്ളക്കാരൻ പയ്യനെ കൊണ്ട് ബർഗർ കിങ്ങിൽ കൊണ്ടുപോയി ഒരു വലിയ ബർഗറും ഒരു വലിയ പൈൻറ്റ് ബിയറും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവന് മനസ്സിലായില്ല എന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് കഴിയണം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാണെന്ന് വിചാരിച്ചു. 2-3 പ്രാവശ്യമൊക്കെ ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പറഞ്ഞു, ബ്രദർ, I don't like to work in the other pub. Can I come work on yours? Can we swap? He don't care with Michael Jackson because you know why? അത്രയ്ക്ക് ടോപ്പ് മോസ്റ്റ് ഓപ്പറ പോലത്തെ വലിയ ഷോ ആണ് അവിടെ നടക്കുന്നത്. അത് കണ്ട് ഹെവി മെറ്റൽ സാധനം കണ്ട് നമ്മളെന്നും കഥകളിയാണ് ഇല്ലല്ലോ. പക്ഷെ വല്ലപ്പോഴും കൊണ്ട് വെള്ളക്കാരൻ കഥകൾ അന്തം വിട്ടിരിക്കൂലേ, പിടിച്ചിരിക്കും ഇങ്ങനെ കാണൂലേ എന്ന് പറയുന്നത് പോലെ ആയി. അപ്പം അവൻ എനിക്ക് ആ സ്ഥാനം തന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ കളി വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടക്കും. അപ്പം നോക്കിയ കമ്പനി, ഞങ്ങൾ മൊബൈൽ കച്ചവടമുണ്ട്, നോക്കിയ കമ്പനിക്കാർ എൻ്റെ ചേട്ടനൊരു ടിക്കറ്റ് കൊടുത്ത് ക്രിക്കറ്റ് കളി കാണാൻ. പുള്ളി കേരളത്തിൽ നിന്ന് ഹീത്രൂരിൽ ഇറങ്ങി സൗത്ത് ആഫ്രിക്കയിൽ പോയി ഇന്ത്യ കപ്പെടുത്ത് സന്തോഷത്തിൽ തിരിച്ച് ഹീത്രൂരിൽ ഇറങ്ങി നാട്ടിൽ പോകണം. ഹീത്രൂരിൽ ഇറങ്ങാൻ നേരത്തെ കൂടെ ഇരുന്ന സുഹൃത്ത് പറഞ്ഞു, അനിലേ, ഞാൻ ലണ്ടനിലോട്ട് 2 ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. അതെന്താ ചേട്ടാ? അത് എൻ്റെ ബ്രദർ അവിടെ ഉണ്ടെന്ന്, അയാളുടെ ബ്രദർ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ബ്രദറും ഉണ്ട് അവിടെയാണ് അകത്ത്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് എക്സിറ്റ് വാങ്ങിച്ചു തരാമെന്ന് പറയും. പാസ്പോർട്ട് കൊണ്ട് കാണിച്ച് 7 ദിവസത്തേക്ക് പുള്ളി എക്സിറ്റ് വാങ്ങിച്ച് ഹീത്രൂരിൽ നിന്നും അറ്റത്ത് ബ്രൈറ്റണിൽ സീ ടൗണിൽ വന്ന് എന്നെ കണ്ടു. ഞെട്ടിപ്പോയി. ചേട്ടൻ അങ്ങനെ വരാനുള്ള ഇമിഗ്രേഷൻ വിസ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്ത മനുഷ്യൻ. പക്ഷെ ആ ടിക്കറ്റിൻ്റെ ബലത്തിൽ കൂടെ നിന്നവൻ്റെ കൂട്ടത്തിൽ കയറി അവിടെ വന്നു. അപ്പോഴും ഞാൻ 7 ദിവസം എനിക്ക് സ്വർഗരാജ്യം കിട്ടിയണം, നാട്ടിലെത്തിയണം. ചേട്ടനെ കൊണ്ടുവിടുന്ന കാണിക്കേണ്ടത് എല്ലാം കാണിച്ചതിന് ശേഷം ഞാൻ അവസാനം പറഞ്ഞു, ഓഡിയൻ തിയേറ്റർ ഇവിടെയാണ് മൈക്കിൾ ജാക്സൺ പറയുന്നത്. അപ്പം ഞാൻ നാട്ടിലെ അനീഷും ഞാനും കൂടെ തമ്മിൽ ബ്രേക്ക് ഡാൻസിന് വേണ്ടി എന്തുമാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അനീഷിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിംഗപ്പൂരിൽ പോകാതെ ഞാൻ
എൻ്റെ എംകോമും BGDC MRFൻ്റെ ടയർ ഷോപ്പും ചേട്ടൻ്റെ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് ഞാൻ ലണ്ടനിൽ വന്ന് നിൽക്കുന്നത്. അപ്പോഴും മൈക്കിൾ ജാക്സനെ കാണാനും അവിടെ തന്നെ നിനക്ക് വർക്ക് ചെയ്യാനും പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ പല ഒരു സന്തോഷമില്ല. നീ പബ്ബിൽ വർക്ക് ചെയ്യണം, ശമ്പളം കുറവില്ല. ഞാൻ പറഞ്ഞു ഇതാണ് ഹിസ്റ്ററി, ഞാൻ ഇങ്ങനെയാണ് അവിടെ കയറി പറ്റിയത്, എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിയും സന്തോഷപ്പെട്ടു. പുള്ളിയെ ഞാൻ അവിടെ നിന്ന് കയറ്റി വിട്ടു, പക്ഷേ ജാക്സൺ എത്താൻ പറ്റിയില്ല. എനിക്ക് അവിടെ നിന്ന് ജോലി വിട്ട് പോകാൻ വേണം. ജാക്സൺ വരാൻ്റെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 3 ടിക്കറ്റുകൾ ആൾക്കാർ ഇരിക്കുന്നത് ജാക്സൺ മരണപ്പെട്ടു പോയി. കാക്ക കൂട്ടി കൊല്ലിട്ടണം. ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും എന്തോന്നൊക്കെ ചെയ്യണമെന്നും ഒരു പിടുത്തമില്ല. മദ്യപിക്കണമായി ഗാലം കണക്കിന് മദ്യപിക്കുന്നു, വലിക്കുന്നു, അന്തം വിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. അങ്ങ് ഹ്യൂമിലിറ്റി, അയാൾ ഹ്യൂമിലിറ്റി ചെയ്താണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് ജനം മുദ്രയെ പോലെയാണ്. ഔട്ട് ഓഫ് കൺട്രോൾ, ഔട്ട് ഓഫ് റീച്ച്. അത് വിവരിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ, ഭ്രാന്തമായ ഒരവസ്ഥ. അതായത് സ്വന്തം ശരീരത്തിന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സങ്കടം വരില്ല. ഇദ്ദേഹം നിന്ന നിപ്പിലങ്ങ് മരിച്ചു എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ റീസണെ കുറിച്ചുകൂടെ പറഞ്ഞില്ലെങ്കിൽ. അവസാനത്തെ ഒരു ചോദ്യം, ഇത് ഇത്രയൊക്കെ ചെയ്ത അജിത്തിന് ഇനിയത്തെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെ? ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സിനിമയിലും അഭിനയിക്കുന്നില്ലേ? ശരി, എന്തൊക്കെയാണ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? അപ്പം ഞാൻ പറയാം. എൻ്റെ ബ്രേക്ക് ഡാൻസ് ഫ്രണ്ട്സ് വിചാരിച്ചിരിക്കുന്നത് അജിത്ത് ബ്രേക്ക് ഡാൻസിൻ്റെ ഡബിൾസിൻ്റെ കാറ്റഗറിയിൽ അനീഷുമായിട്ട് 1ാം സ്ഥാനം വച്ചിട്ടുണ്ട്. ഈസ് എ ഗുഡ് ഡാൻസർ. അപ്പോൾ ഇനിയും അവൻ ആൽബമൊക്കെ ചെയ്ത് നല്ല ഡാൻസറായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ തിയേറ്റർ ഫ്രണ്ട്സ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഈസ് എ വെരി ഗുഡ് ആക്ടർ. അവൻ സംഗീത നാടക അക്കാദമിയിലേക്ക് 1ാം സ്ഥാനം വാങ്ങിച്ച് ആചാര്യന്മാർക്ക് ഒട്ടും ടൈമിംഗ് ഉള്ള നല്ല ആക്ടറാണ്, നല്ല കൊമേഡിയനാണ്, നല്ല സീരിയസ് വേഷം ചെയ്യും. അവൻ ഇനിയും നല്ല രീതിയിൽ ആക്ട് ചെയ്ത് മുന്നോട്ട് പോകും. എൻ്റെ ഈ ആൽബം മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് നല്ല കൊറിയോഗ്രാഫറാണെന്ന് വിചാരിക്കും. നല്ല കൊറിയോഗ്രാഫറാണ്, അവൻ നല്ല കൊറിയോഗ്രാഫർ. അതേപോലെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും എന്നോടൊപ്പം സഹജീവികളായിട്ട് കൂടെ ഉണ്ടായിരുന്നവർ, അതിൽ ഞാൻ അഗ്രഗണ്യനായതുകൊണ്ട് അതിൽ വീണ്ടും പ്രശസ്തിയിലേക്ക് വരാൻ ആ സമൂഹം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ചട്ടക്കൂട് വിട്ട് താഴോട്ട് പോകാൻ പറ്റാത്തത്. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം സുഹൃത്തുക്കളും ഫോളോവേഴ്സും എനിക്ക് ഉള്ളത് കൊണ്ടാണ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരുന്നത്. അത് തന്നെയാണ് ജാക്സനും പറ്റിയത്. My next plan and next album with my own patent right music. കേരളത്തിൻ്റെ തനതായ ട്രഡീഷണൽ വാദ്യോപകരണങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് തനത് കലയെ സ്വന്തമായിട്ട് ചെയ്യും. ചെണ്ടയിൽ തുടങ്ങി, ചെങ്ങലയിൽ തുടങ്ങി, പഞ്ചവാദ്യത്തിൽ തുടങ്ങി, അതിനെ ഇങ്ങനെ എല്ലാം ഉണ്ട്. അതിനകത്ത് ആട്ടക്കളരിയുണ്ട്, മാർഷൽ ആർട്സ് ഉണ്ട്, യോഗയുണ്ട്, കഥക്കുണ്ട്. അങ്ങനെ ചെയ്യാൻ എനിക്ക് എൻ്റെ മുന്നിൽ ഇതിൻ്റെ പ്രസിഡൻറ്റ് ലക്ഷ്മൺ ആചാര്യ പരിചയപ്പെടുത്തിയ പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്ന AMJ എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡ്യൂസർ, ആക്ടറാണ്, എൻ്റർടൈൻമെൻറ്റ് ഇവൻറ്റ്സ് നടത്തുന്ന ആളാണ്, കൊറിയോഗ്രാഫറാണ്, അത്യാവശ്യം ഡാൻസും ചെയ്യും, ആക്ടിങ് ചെയ്യും, എന്തും ചെയ്യുന്നത്. ബിസിനസ് പ്ലാറ്റ്ഫോം മാഗ്നറ്റ്. പക്ഷേ നാളിതുവരെ പുള്ളി ഒറ്റയ്ക്ക് മാനേജേഴ്സിനൊന്നും വയ്ക്കില്ല. പുള്ളിക്ക് ഒരു 3-4 മൊബൈലിട്ടും പുള്ളിക്ക് ആരും വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. പുള്ളിയെ മാർക്കറ്റ് ചെയ്യാനുള്ള പുള്ളിയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പുള്ളി തന്നെയാണ്. പുള്ളിയുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് പുള്ളി തന്നെയാണ്. പുള്ളി മറ്റൊരാളെ അസൈൻ ചെയ്തിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പരിപാടിയില്ല. പുള്ളി പാൻ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ചെയ്തു വരുന്നത്. അത് പുള്ളിയെ കൊണ്ട് കേരളത്തിലെ നല്ലതുപോലെ കളരി ചെയ്യുന്ന പെൺകുട്ടികളെ നമ്മൾ കോർത്ത് നോക്കിയപ്പോൾ 10-200 പേരെ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനത്തെ ഇങ്ങനത്തെ സഞ്ചരിച്ച് കുറേ പേരെ കണ്ടുപിടിച്ച്, കുറേ മാർഷൽ ആർട്സിൻ്റെ കുറേ ബ്ലാക്ക് ബെൽറ്റുകളെ കണ്ടുപിടിച്ച്, കുറേ കഥക്കിൻ്റെ ഡാൻസേഴ്സിനെ കണ്ടുപിടിച്ച്, കുറേ ആഫ്രിക്കൻ ഡ്രംസിലെ കറുത്ത വർഗ്ഗക്കാരെ അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ കണ്ടുപിടിച്ച് ഇവർ ഇത്രയും കൂടെ വെച്ചിട്ട് ഞങ്ങൾ സൈമിൾട്ടേനിയസ്ലി സ്റ്റേജ് ഷോയിൽ ഞങ്ങൾ പെർഫോം ചെയ്യും. സൈമിൾട്ടേനിയസ്ലി വേൾഡ് ക്ലാസ് ഫിലിം ഫെസ്റ്റിവലുകൾക്ക് വേണ്ടിയുള്ള ആൽബം നിർമ്മിക്കും. അതിന് വേണ്ടി കച്ചമുറുക്കി ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ആള് അജിത് വിശ്വനാഥാണ്. അജിത് വിശ്വനാഥിനോട് സംസാരിച്ചതിലും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞതിലും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഇനി നിങ്ങൾ പരിചയപ്പെടുന്ന 1-2 വ്യക്തികളുടെ ഉണ്ട്. ഒന്ന് പ്രൊഡ്യൂസർ AMJ, ഈസ് എ വെൽ നോൺ ആർട്ടിസ്റ്റ്.
പുള്ളി ഇന്ന് എന്നോടൊപ്പം പുരസ്കാരം വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ 2 അപ്കമിങ് ഷാർപ്പ് ഷൂട്ടർ ലക്ഷ്മൺ ആചാര്യ. അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂവിൽ നമുക്ക് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നേരിൽ കാണാം. താങ്ക് യു. ഇന്നത്തെ അവാർഡ് ഫംഗ്ഷൻ നന്നായിരുന്നു അല്ലേ? അഞ്ജുവിൻ്റെ കോമ്പയറിങ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അഞ്ജു കാർത്തിക് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല 2 ടോണിലൊക്കെ ടോണിൽ സംസാരിച്ച് അഞ്ജു അത് ഹൃദ്യമാക്കി. അത് ആ സദസ്സിലുണ്ടായിരുന്ന ആരും മറക്കൂല. മാത്രമല്ല പോരായ്മകളെല്ലാം നികത്തി കോമ്പയറിങ്ങിലൂടെ. MLA വരാനുള്ള താമസവും മറ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായി കവർ ചെയ്തു. അതിനൊരു പ്രത്യേകം നന്ദി. താങ്ക് യു. ഓക്കെ.